അതിപ്പം ശരിയാക്കി തരാം, ഇപ്പം ശരിയാക്കി തരാം, ഇപ്പം ശരിയാക്കി അതിപ്പം ശരിയാക്കി തരാം. മഴ പെയ്യുമ്പോ പൊന്നു മോനെ നിന്റെ പറയാൻ മറന്നുപോയി. ഈ ഇലക്ഷൻ കഴിഞ്ഞ് ഞങ്ങൾക്ക് അവർക്കൊക്കെ വിചാരം നമ്മളെ കോളനി കിടക്കുന്നതുകൊണ്ട് നമുക്കൊന്നും അറിയത്തില്ലെന്നാണ്. നമുക്കൊന്നും അറിയാം, നമ്മളെ മക്കള് പഠിച്ചിട്ടുണ്ട്. കുടിവെള്ളമില്ല, കുടിക്കാനും വെള്ളമില്ല, തുണി കഴുകാനും വെള്ളം. മോനെ ഒരു തുള്ളി വെള്ളമില്ല ഇവിടെ. ഇന്ന് 3 ദിവസത്തിന് ശേഷം ഇന്ന് രാവിലെ വന്നത് ഇവിടെ വെള്ളം. ഒരു കലക്ക വെള്ളം പൈപ്പിൽ ഇരുന്ന് വരും. അതിന് വരുന്ന ബില്ല് എത്രയാണെന്നറിയാവോ? 2 ലക്ഷം രൂപ. ഈ വീട്ടിൽ വേറെ മോനെ ഞാൻ ദൈവവേദ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല. മൂന്ന് ദിവസമായി ഇവിടെ വെള്ളം വരുന്നില്ല. 3 ദിവസമായി വെള്ളമില്ലാതെ ഭയങ്കര പാടാ. കുടിവെള്ളമില്ല, കുടിക്കാനും വെള്ളമില്ല, തുണി കഴുകാനും വെള്ളമില്ല. വലിയ കഷ്ടപ്പാടുകയാണ്. കുടിക്കാൻ പോലും വെള്ളമില്ലെങ്കിൽ എങ്ങനെ അമ്മ ജീവിക്കുന്നത്? അത് തന്നെ, എങ്ങനെയാണ് ജീവിക്കുന്നത്? ഇപ്പം നമുക്ക് കാശുണ്ടോ? 60-70 രൂപ വെള്ളം വാങ്ങിച്ച് കുടിക്കാൻ. എത്ര ആൾ നമ്മൾ മേടിക്കും? അത് ആ വെള്ളം വാങ്ങിച്ചത് 2-3 കുപ്പി വേണം കുടിക്കാൻ. പിന്നെ കുളിക്കാനും തുണി കഴുകാനൊക്കെ അത് എന്തെടുക്കണം? കുടിവെള്ളം ഇല്ലാതെ ജനങ്ങൾ കഷ്ടപ്പെടുകയാണെന്നുള്ളൊരു അവസ്ഥയാണ്. സംഭവം എന്താ മോനെ? ഒരു തുള്ളി വെള്ളമില്ല ഇവിടെ. ഇന്ന് 3 ദിവസത്തിന് ശേഷം ഇന്ന് രാവിലെ വന്നത് ഇവിടെ വെള്ളം. ഞാനൊരു കാര്യം പറയട്ടെ, 2 ദിവസത്തിലാണ് ഞങ്ങൾക്ക് ഇവിടെ. ഈ 2 മണിക്ക് ആർക്ക് വേണ്ടിയാ നമ്മൾ ഉറങ്ങുന്നത്? എപ്പോഴാണ് മോൻ? 10-11 മണിക്ക്. ഈ 2-3 മണിക്ക് വെള്ളം എന്തിന് ജനങ്ങൾ എണ്ണിക്കുവോ? കുറച്ച് മൃഗങ്ങൾ പോലും എണ്ണിക്കത്തില്ല. ആ സമയത്ത് വെള്ളം ഇട്ട് ആര് പിടിക്കും മോനെ? ഇന്ന് 3 ദിവസം ഞങ്ങൾക്ക് ഇവിടെ വെള്ളം വന്നിട്ട് ഇന്ന് രാവിലെ വന്നത്. വെള്ളം വന്നിട്ടുണ്ടല്ലോ മോനെ, ഒരു കലക്ക വെള്ളം പൈപ്പിൽ ഇരുന്ന് വരും. അതിന് വരുന്ന ബില്ല് എത്രയാണെന്നറിയാവോ? 2 ലക്ഷം രൂപ. ഈ വീട്ടിൽ വന്ന ഈ തറ ഉണ്ട്. 1 മിനിറ്റ്, ഈ തറ ഒന്ന് കാണിച്ച മോനെ. താമസം ഉണ്ടോ? ഇതിന് വന്ന ബില്ല് എത്രയാണ്? 5 ലക്ഷം രൂപ. ഈ കിടക്കുന്ന വരുന്ന 1 മണിക്കൂർ 2 മണിക്കൂർ വെള്ളം. ഞങ്ങൾ എന്തെടുക്കണം? കോളനി താമസിക്കാൻ നമുക്ക് വിലയില്ല. വോട്ടിനാകുമ്പോൾ മുമ്പേ നിൽക്കും. മനസ്സിലായി? ഇതാണ് ഇവിടെ നടക്കുന്നത്. മേയറിനെ സമീപിച്ചിരുന്നോ? എന്താ മോനെ? മേയറിനെ സമീപിച്ചിരുന്നോ? വെള്ളം? അയ്യോ, മേയർ 2 വട്ടം എടുക്കും, പിന്നെ 5 വട്ടം എടുക്കത്തില്ല. ഉള്ള ഞാൻ ന്യായമായിട്ട് പറയും മോനെ. മേയർ എനിക്ക് 1-2 കാര്യങ്ങൾ നല്ലത് ചെയ്ത് തന്നിട്ടുണ്ട്. എന്നാലും പറയും ഞാൻ. കുടിവെള്ളം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. വെള്ളവും കറണ്ടിലും നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റുമോ? പറ്റത്തില്ല. വേറെ കാര്യം ചോദിച്ചോ. മേയറാണ് ഈ അവസ്ഥയിലെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? മേയറാ മോനെ, ഞാൻ ദൈവവേദ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല പൊന്നു മോനെ. അതേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. ഏട്ടാ, നിങ്ങൾക്ക് എന്തായാലും 2026 ആകുമ്പോ ഇവിടത്തെ പ്രശ്നങ്ങളെല്ലാം മാറുമെന്നാണ് ഞാൻ അറിഞ്ഞത്. കാര്യം ഇലക്ഷൻ വരെ അല്ലേ ഇനി? അത് കണക്ക് പല കാര്യങ്ങളും പറയണം മോനെ. ഇതാ ഇവിടെ ഒരു വീട്ടിൽ ഉള്ള കാര്യം പറയാം. മേയർ എന്നെ തെറ്റി കഴിച്ചാൽ പ്രശ്നമില്ല, പറയുന്നേ പറയട്ടെ. ഈ 60 വയസ്സുള്ള ജനങ്ങൾക്കാണ് കട്ടിൽ കൊടുക്കുന്നത്. ഇവിടെ ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ അവർക്ക് കട്ടലുണ്ട്. 3 കുടിയന്മാർക്ക് കട്ടലുണ്ട്. ഈ വയസ്സായി ഇവർക്കൊന്നും കട്ടിലില്ല. അവരെ കാല് കണ്ട ഓപ്പറേഷൻ ചെയ്ത് കാണിച്ചു കൊടു. ഈ കാല് കണ്ട ഇവർക്ക് നിലത്താ കിടക്കുന്ന. ഇവർക്ക് എണ്ണിക്കാൻ പറ്റത്തില്ല മോൻ. ഇവർക്കൊരു കട്ടിൽ ഇവർക്ക് കൊടുത്തൂടെ? ഈ വയസ്സായി ഇവർക്കില്ല കട്ടില്. ഈ എത്ര വീട്ടിൽ പോയ ഒരു വീട്ടിൽ 3-4 കട്ടിൽ കിടക്കുന്ന വീടുകളുണ്ട് ഇവിടെ. പറഞ്ഞാൽ നമ്മൾ ഇതും പറയുന്നത് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. പറയുന്നവര് പറയട്ടെ മോനെ. കാര്യം എവിടെയായാലും ഞങ്ങൾ പറയും. എത്ര നാളായി കാണും? എന്ത് മോനെ? അയ്യോ, ഒരു 1.5 വർഷമായിട്ടുണ്ട് മോനെ. ഇപ്പൊ 1 വർഷത്തിന് മേളിലാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. 1.5 വർഷമായി. യഥാർത്ഥത്തിൽ ഒരു സിനിമയിൽ മാത്രമേ ഇതിനെ കണ്ടുള്ളൂ. ദിലീപിനൊരു പഴയൊരു സിനിമ ഉണ്ട്, സുന്ദര കില്ലാടി എന്ന് പറഞ്ഞ. യഥാർത്ഥത്തിൽ അതുപോലെ ഒരാള് വന്നാൽ മാത്രമേ ഇനി ഇവിടെ സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടു മോനെ. വെള്ളമില്ലാതെ അതല്ലേ ബേബിശാലിനിയുടെ കണ്ട്. അതുപോലെ അത് കണക്കാവുമെന്നാ എനിക്ക് തോന്നുന്നത് മോനെ. കൊണ്ടുവരണം. കമ്മീഷനത്തിന് വേണ്ടി എന്നൊക്കെ പറയുന്നത് എനിക്ക് അറിയുന്നില്ല എന്താ കാര്യമെന്ന്. അതുകൊണ്ട് ദയവേത് നിങ്ങൾ ആരെങ്കിലും ഇത് കാണിച്ചാൽ ഞങ്ങൾക്ക് ഇച്ചിരി വെള്ളം തരാനുള്ള വഴി ചെയ്തു മോനെ. പേരെന്താണ്? സെന്റ് സേവ്യർ നഗർ, കൊല്ലം. സെന്റ് സേവ്യർ നഗർ, താമരക്കുള. ഞങ്ങളെ മേയർ ഇപ്പം ഹണി ബെഞ്ചമിൻ. ഇപ്പോഴത്തെ നേരത്തെ പ്രസന്ന ഏണസ്റ്റ് മേയറായിരുന്ന സമയത്താണ് ഈ കുടിവെള്ള പ്രശ്നം വന്നതാണ് മോനാന്ന്. പിന്നെ ഈ നമ്മുടെ പ്രിയപ്പെട്ട മേയർ ആയിട്ട് ഈ ഒരു കാര്യം അവതരിപ്പിച്ച് എന്താണ് പരിഹാരം ഉണ്ടാവാഞ്ഞത്? അതിപ്പം ശരിയാക്കി തരാം, ഇപ്പം ശരിയാക്കി തരാം, ഇപ്പം ശരിയാക്കി തരാം. നമ്മളെ മന്ത്രി എല്ലാവരുടെ പറയുമല്ലോ ഇപ്പം റെഡിയാക്കി തരാം. അതേ ഒരു വാക്കേ പറയുന്നുള്ളൂ, ഇപ്പം ശരിയാക്കി തരാം. കിണറ്റ് വീണെന്നോ അവിടെ ഇടിഞ്ഞു പോയെന്നോ ഇനി അടുത്ത സ്ഥലം കണ്ടുപിടിക്കണമെന്നോ 15 ലക്ഷം രൂപ അങ്ങനെ റെഡിയാക്കിയെന്നോ ബില്ല് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് അവർക്കൊക്കെ വിചാരം നമ്മളെ കോളനി കിടക്കുന്നതുകൊണ്ട് നമുക്കൊന്നും അറിയത്തില്ലെന്നാ മോനെ.
നമുക്കൊന്നറിഞ്ഞാൽ നമ്മളെ മക്കള് പഠിച്ചിട്ടുണ്ട്. നമുക്കന്ന് പഠിപ്പിക്കാൻ നിവർത്തിയില്ലാത്തത് നമ്മളിങ്ങനെ ആയത്. നമ്മളെ മക്കളുണ്ട്, അവർക്ക് അറിയാം, മനസ്സിലാക്കാനുള്ള കഴിവുള്ള പിള്ളേരെ. ഇപ്പം ഏകദേശം ഇവിടെ ആമ്പിള്ളേർക്കെല്ലാം ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. മന്ത്രിയാര്, മേയറാര്, കൗൺസിലർ എന്നൊക്കെ അവർക്ക് മനസ്സിലായി. അവരടുത്ത് ഒന്നും പണിയും നടക്കത്തില്ല മോനെ, ഉള്ളത് ഞാൻ പറയാം. അടുത്ത ഇലക്ഷൻ വോട്ട് ചെയ്യൂ? ആ ചെയ്യും മോനെ. ഏത് പാർട്ടി? ആര്? ഞാനാ ചെയ്യും മോനെ. നല്ലത് ഞങ്ങൾക്ക് ചെയ്തു തന്നവർക്ക് തന്നെ ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഈ ഇരുട്ടത്തിൽ നിന്ന് ചെയ്യുന്നവർക്ക് ആർക്കും ഞങ്ങൾ ചെയ്തു കൊടുക്കത്തില്ല. ഞങ്ങൾക്ക് ഞങ്ങളെ മക്കൾക്ക് ആര് നിന്ന് ചെയ്തെന്ന് അവർക്ക് ഞങ്ങൾ വോട്ട് ആർക്കായാലും ചെയ്തു കൊടുക്കത്തുള്ളൂ. എന്താണെന്നറിയാനോ, മഴ പെയ്യുമ്പോൾ പൊന്നു മോനെ നിന്നടുത്ത് പറയാൻ മറന്നുപോയി. ഈ ഇലക്ഷൻ കഴിഞ്ഞ് ഈ അബി സാറാണ് ഇവിടെ കൗൺസിലറായിട്ട് നേരത്തെ ഇരുന്നത്. ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 3 വർഷത്തിലെങ്കിലും ഒരു 3 വട്ടമെങ്കിലും ഈ ഓട വൃത്തിയാക്കും പൊന്നു മോനെ. ഇവിടെ ഞങ്ങൾക്ക് ഈ മഴ പെയ്തിപ്പം പറയാൻ വയ്യ മോനെ. ഓടയിൽ കിടക്കുന്ന മേളിൽ കിടക്കുന്ന ചവറ അഴുക്കുമായി വീട്ടിന് മുമ്പ് വരുന്നത്. വല്ലപ്പോൾ കൂടെയെങ്കിലും ഈ ഓട ഒന്ന് വൃത്തിയാക്കി കൂടെ അവർക്ക്. വോട്ടിന് വേണ്ടി വരട്ടെ ഇവിടെ കാത്തിരിക്കുക ഞങ്ങൾ വോട്ട് കൊടുക്കാൻ. പകൽ വെട്ടത്ത് ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി, എല്ലാം അറിയാം. ഞങ്ങളെ മക്കൾക്ക് അറിയാം. ഞങ്ങളെ കൂടെ നിൽക്കുന്നവർക്ക് ഞങ്ങൾ ചെയ്തു കൊടുക്കത്തുള്ളൂ. അത് ഉറപ്പായിട്ട് അത് ചെയ്യത്തുള്ളൂ. ഞങ്ങൾ ഈ പറ്റിക്കുന്നവരെ തിരിച്ചറിയാനുള്ളതും കൂടി ആയി മക്കൾക്കറിയാം. അയ്യോ നമ്മളെല്ലാം പറയും ആ പിള്ളേരെ പറ്റത്തില്ല, അവിടെ നിൽക്കാൻ പറഞ്ഞ അവിടെ തന്നെ. പണ്ടത്തെ പോലെ അല്ല, സോഷ്യൽ മീഡിയ ഒക്കെ ഒരുപാട് ആക്റ്റീവ്. അതൊക്കെ ആയല്ലോ മോനെ, ഇനി ഒന്നും നടക്കത്തില്ല മോനെ.